ഹല്ലേലൂയ. നമ്മുടെ അശുദ്ധിയെല്ലാം ചാരമാക്കാൻ തക്കവണ്ണം നമ്മളിൽ കത്താൻ കഴിയുന്ന പരിശുദ്ധ അഗ്നിയാണ് വചനം, പരിശുദ്ധയാത്മാവ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നു, പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ വാസ്തവമായും നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. വെറുതെ പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ വചനം അയച്ച് ദൈവം വിടുവിക്കാൻ തുടങ്ങി. പാപത്തിലും ശാപത്തിലും ജീവിതാകൃത്യങ്ങളിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ലോകത്തിലും അകപ്പെട്ടു പോയ, രോഗത്തിൽ അകപ്പെട്ടു പോയ ഞങ്ങളെ രക്ഷിപ്പാൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഏകാഗ്രമായ പ്രാർത്ഥന ലോക ഇമ്പങ്ങളെ ലോക മോഹങ്ങളെ വിട്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെയൊക്കെ ഇരിക്കട്ടെ, എനിക്ക് അതൊന്നുമല്ല വിഷയം. എന്റെ വിഷയം എന്റെ കുടുംബത്തിന്റെ സമാധാനമാണ്, എന്റെ മക്കളുടെ നിത്യരക്ഷയാണ്, എന്റെ അനുഗ്രഹമാണ് എന്ന് ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ അവരെയൊക്കെ വിടുവിക്കാൻ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ യേശു വന്നിട്ടുണ്ട്. അവൻ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിൽ പട്ടവും മറ്റതൊക്കെ വിട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ഇന്നു രാത്രിയിൽ നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ അവൻ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന സ്തോത്രം. പുറപ്പാട് പുസ്തകം 23-25 വായിച്ചാട്ടെ. ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതാണ് പറയുന്നത് കേട്ടോ. സ്തോത്രം വായിച്ചു പഠിച്ചിട്ട് വന്നിക്കുകയല്ല. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ നീ ഇന്നു രാത്രിയിൽ വിശ്വസിച്ചാൽ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും യേശു അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നീ ഇനി പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. പിന്നെ ഒരു അനുഗ്രഹം, ദൈവം അനുഗ്രഹിച്ച ഭക്ഷണം കഴിച്ചാൽ എന്താ? തിന്നുന്ന ആഹാരം രോഗകാരണമായി തീരത്തില്ല. ഇന്ന് തിന്നുന്നതൊക്കെ രോഗമാ. മനുഷ്യന് തിന്നാനുണ്ട്, വലിച്ചു വാരി തിന്നും, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആശുപത്രിയില്ല. സിസ്റ്റർ സിറജുമായൊക്കെ വരുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം, ഞാൻ അതിൽ കടന്നു പോകുന്നില്ല. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. നീ കഴിക്കുന്ന ആഹാര മുഖാന്തരം നീ രോഗിയാകത്തില്ല. സ്തോത്രം. രോഗം കാരണം നീ മരിക്കത്തില്ല. കാലത്തിന് മുമ്പേ നീ മരിക്കയില്ല. മരണമുറപ്പ. കാലത്തിന് മുൻപേ നീ മരിക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ നമ്മുടെ രോഗങ്ങളെ നടുവിൽ നീക്കും. എങ്ങനെയാ രോഗം നിൽക്കുന്നത്? സ്തോത്രം. യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ രോഗങ്ങളെ നടുവിൽ നീക്കുന്നത്? യേശുവിനേറ്റ അടിപ്പിണരാൽ സൗഖ്യം. ചോദിക്കും, പാസ്റ്റർ പ്രാർത്ഥിച്ച അസുഖം വരുമോ? മരുന്ന് കഴിക്കണ്ട. എന്റെ അനുഭവം ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ പാസ്റ്റർ? രോഗം നടുവിൽ നീങ്ങി പോകുമോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ നാളെ അപ്പുറമൊക്കെ ചോദിച്ചോ, കാറ്റ് ചെയ്യണമെന്ന് ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ച ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രിയ ദൈവമക്കളെ, നിരവധി അനവധി ക്രിമിനൽ കേസിൽ പ്രതിയായി നിരവധി തവണ ജയിൽവാസം അനുഭവിച്ച ഒരു ധർമ്മവിരുദ്ധ ജീവിതമായിരുന്നു എന്റേത്. ആർക്കും അടക്കാൻ കഴിയാത്തൊരു അനുഭവം. കാരാഗ്രഹങ്ങൾക്കും പോലീസ് മുറകൾക്കും ജയിലടക്കൊന്നും എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഇന്നേക്ക് 38 വർഷങ്ങൾക്കപ്പുറം മാരായമുട്ടം ചന്തയ്ക്കകത്ത്, എന്റെ പഴയകാല പ്രവർത്തനം പറയുന്നില്ലെങ്കിലും ചില അനുഭവത്തിന് വേണ്ടി ചിലതൊക്കെ പറഞ്ഞു നോക്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു ആക്രമണം നടന്നു. രാത്രി 3 മണി കഴിഞ്ഞ സമയത്ത് പുലർച്ചെ ഒരാൾ കൊല ചെയ്യപ്പെട്ടു. നിരവധി ആൾക്ക് അക്രമമേറ്റു. 1988 ആഗസ്റ്റ് 12 രാത്രിയിലാണ് മാരായമുട്ട സംഭവം നടക്കുന്നത്. ആ കേസിലെ 7ാം പ്രതിയായി എന്നെ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. കേസ് അന്വേഷിക്കാൻ വന്നത്
നമ്മുടെ അന്നത്തെ പ്രഗത്ഭനായ SI അള്ള് രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് പറഞ്ഞാലേ ആളെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും പഴയ ആളുകൾക്ക് അറിയാം അള്ളിന്റെ ഗുണഗണങ്ങളെ കുറിച്ച്. അയ്യപ്പൻ കല്ല് വെച്ചാ ഇരിക്കുന്നത്, കല്ല് വെച്ച് 1 കിലോ പടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കയ്യിലിങ്ങനെ ഈ പിടിയാനൊക്കെ ഇട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്നായി മനുഷ്യനെ ഇടിച്ച് ചതക്കാൻ അറിയുന്ന മനുഷ്യനും ഹല്ലേലൂയ. കരാട്ടെ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന കരാട്ടെ ഹല്ലേലൂയ മാസ്റ്റർ ഭുവനചന്ദ്രൻ, അദ്ദേഹം CIയുമായിട്ടാണ് കേസിന്റെ ഹല്ലേലൂയ അന്വേഷണ ചുമതലയിൽ വന്നത്. കഷ്ടകാലത്തിന് ഞാൻ അവിടെ നടുവിൽ രാത്രി അകപ്പെട്ടു. രണ്ടുപേരും നന്നായി ഇടിച്ചു മുഴിഞ്ഞു. ഇവനൊരു സ്ഥിരം ശല്യമാ, ഇവനിന് ജീവിക്കാൻ പാടില്ല. അതിന്റെ 2 മാസം മുമ്പാണ് പെരിങ്ങടാവുള്ള ഒരാളെ ചാക്കൊന്നിൽ കെട്ടി നോക്കിയത് അവിടെ സെല്ലിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കുറേ ദിവസം കൊണ്ട് വെള്ളം ഒരു പാസ്റ്റർ ഇടിച്ചു വന്നത് ഭുവനേന്ദ്രൻ. ഈ സംഭവങ്ങൾക്കിടയിലാണ് ഞാൻ വിട്ടുപോകുന്നത്. നന്നായി ഇടിക്കാനും കൊല്ലാനും അറിയുന്നവര് ഇടിച്ചു വാരി ചുരുട്ടി എടുത്ത് കാലുകൊണ്ട് SI ഇറങ്ങിട്ട് പറഞ്ഞു, ഈ കാത്തിരേരി 90 കഴിയത്തില്ല. ഭുവനേന്ദ്രന് മനുഷ്യന്റെ മർമ്മങ്ങളെല്ലാം അറിയുന്ന ആളാ. ഹല്ലേലൂയ. അദ്ദേഹം കാലുകൊണ്ട് രാമേന്ദ്ര ഇവൻ 41 കഴിയത്തില്ല, തൂക്കി എറിഞ്ഞു. അത്രയ്ക്ക് അവർക്ക് മനുഷ്യനെ ദിവസം എണ്ണി മരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപദ്രവിക്കാൻ അറിയുന്നവരാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെങ്ങനെ കോരി എറിഞ്ഞു. 45 ദിവസം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു. എന്റെ അമ്മ എന്നെ കൊണ്ടുപോയി എണ്ണത്തോണിയിലിട്ടു, തടവി, ക്ലിയറാക്കി. ഹല്ലേലൂയ. നേരത്തെ സഹോദരി പറഞ്ഞല്ലോ, കോഴി നെയ് കുടിപ്പിച്ചു. നല്ല ഇടിച്ചു പൊഴിഞ്ഞ കോഴി നെയ്. ഹല്ലേലൂയ. അപ്പൊ സഹോദരി പറഞ്ഞ സത്യം കേട്ട. കുടിച്ചാ എല്ലാ വർഷം കുടിച്ചില്ലെങ്കിൽ എപ്പോ കുടിച്ചില്ല അപ്പൊ ചുരുണ്ടു പോകും. സ്തോത്രം. അതാ അതിന്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ കുടിച്ചു. ഹല്ലേലൂയ. ദിവസങ്ങൾ നീണ്ടുപോയി, വർഷങ്ങൾ നീണ്ടുപോയി. ഏതെങ്കിലും ഒരു വർഷം കോഴിനെയ് കുടിച്ച് എണ്ണത്തോണിയിൽ കിടന്ന് തടവിയില്ല എങ്കിൽ എന്റെ കാര്യം അതോ ഗതി. 1 മാസം എണ്ണത്തോണിയിൽ കിടന്ന് കിഴുകിട്ട് അനത്തി ചൂട് വെച്ച് അല്ലെങ്കിൽ കോഴിനെയ് കുടിച്ച ബാക്കി 2 മാസം ദൈവത്തിന് സ്തോത്രം മറുപത്യം നോക്കിയാൽ മാത്രമേ അടുത്തുള്ള 9 മാസങ്ങൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ. അവസ്ഥയിലേക്ക് ആന്തരിക മുറിവുകൾ എത്തിപ്പോയി, ആന്തരിക അവയവങ്ങൾക്ക് കേട് സംഭവിച്ചു പോയി. പ്രിയമുള്ളവരെ, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2006 നവംബർ മാസം 22-ാം തീയതി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം സ്നാന തീയതി തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മുഖാന്തരങ്ങളൊന്നും പറയുന്നതിന് ഒത്തിരി സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ഇന്ന് രാത്രിയിൽ ചില വചനത്താലുള്ള വിടുതൽ ദേശത്തിൽ ഉറപ്പിക്കുവാൻ ദൈവനോട് പ്രത്യേക സ്തോത്രം സംരക്ഷിച്ചതുകൊണ്ട്, എന്നോട് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് മറ്റു കാര്യങ്ങൾ കടക്കുന്നില്ല. എന്നാൽ സ്തോത്രം പ്രിയമുള്ളവരെ, ഞാൻ മുഖാന്തരങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ തീരുമാനിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ ദൈവദാസൻ ക്രമീകരിച്ചു. ആദ്യ ദിവസത്തിൽ പകൽക്കാലം കടന്നു വന്ന ദൈവദാസൻ അന്ന് പ്രസംഗിച്ച വചനമാണ്. എന്താ? അടിപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം, നിന്റെ അകൃത്യം നിമിത്തം, നിന്റെ ലിംഗനം നിമിത്തം, നിന്റെ പാവം നിമിത്തം നിനക്ക് അകത്തും പുറത്തുമേറ്റ ആന്തരിക മുറിവുകളെ, നിന്റെ മനസ്സിനകത്തു പറ്റിയ മുറിവുകളെ ഒക്കെ സൗഖ്യമാക്കുവാൻ യേശു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് അടിപ്പിനാൽ സൗഖ്യം ലഭിക്കുമെന്ന് ഹല്ലേലൂയ ദൈവദാസനിലൂടെ കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചു. ആമേൻ. വിശ്വസിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ട വഴികൾ അങ്ങനെയാണ്. മുഖാമുഖം ഹല്ലേലൂയ